ഇടതുമുന്നണി സർക്കാരിന്റെ ഈ അവസാന കാലത്ത് മൊത്തത്തിൽ ആളെ പറ്റിക്കലാണ് നമ്മുടെ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭ തിടുക്കത്തിൽ തീരുമാനിച്ച RRTS റെയിൽപാത ഉൾപ്പെടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക കേരള സഭ, അത് തട്ടിപ്പിന്റെ വേറൊരു മുഖമാണ്. എന്തോ പ്രവാസികൾക്കൊക്കെ വലിയൊരു പദവി പ്രാധാന്യം നൽകുന്നു എന്ന മട്ടില് കുറെ വർഷങ്ങളായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ചില ശുപാർശകളൊക്കെ വരും, അത് പ്രവാസികൾക്ക് പ്രയോജനകരമായ കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും ഈ സർക്കാർ നടത്തിയിട്ടില്ല. വർഷം തോറും ഒരു ആചാരം പോലെ ലോക കേരള സഭ നടക്കും, അത് പിന്നെ അങ്ങ് മറക്കും. ഇന്നലെ നമ്മുടെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ്, ഈ പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ്, അതാണ് ഈ ആളെ പറ്റിക്കലിലെ ഏറ്റവും അവസാനത്തെ അധ്യായം. നമുക്കറിയാം, ഈ സർക്കാരിന് മുമ്പില് ഇനി പരമാവധി ഒരു 3 മാസം കൂടി ഉള്ളൂ. തെരഞ്ഞെടുപ്പ് വരിക, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിന്റെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പിന്നെ ഒരു കാര്യവും ചെയ്യാൻ ഈ സർക്കാരിന് സാധിക്കില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നമ്മുടെ ബാലഗോപാല് ഏറെ സമയം ചെലവഴിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ച ഈ ബജറ്റ് സത്യം പറഞ്ഞാല് ഒരു പാഴ്വേലയാണ്, ഒരു വേസ്റ്റ് ആണ് എന്ന് പറയേണ്ടി വരും. കാരണം അതിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.